ഹലോ, ഫാം നെസ്റ്റിലേക്ക് എല്ലാവർക്കും ക്ഷണം. ഇത് ഞാനൊരു കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തതാണ് കേട്ടോ. ഇത് 8 മണിക്കൂർ കുതിർത്തതാണ്. ഞാനിത് നല്ലോണം കഴുകി വെള്ളം ഇല്ലാണ്ട് നല്ലോണം ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ഇത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞാനിത് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. ഇത് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്നു കേട്ടോ. ഇത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ ലേശം ചപ്പ്, മല്ലിച്ചപ്പ്, ലേശം കുരുമുളക്, ലേശം ഉപ്പ്, ഒരു പച്ചമുളകാണ് കേട്ടോ, അതെല്ലാം കൂടി എടുത്ത് അത് ഞാൻ ഇതിലേക്ക് ഇടുന്നു. കുറച്ച് കായപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് നേരം. ഓക്കെ, അല്പസമയം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മാവ് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ഉണ്ടോ? ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് മാവ് അടിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് കയ്യിലൊട്ടി പിടിക്കും. ഇതിൻ്റെ ഈ ഉഴുന്നുവടൻ്റെ ഷേപ്പിലായി കിട്ടൂല കേട്ടോ, പരന്ന് വരും. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ടേ മക്കളെ. കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും സബും ഒക്കെ ചെയ്യണം കേട്ടോ. എന്നാ കണ്ടില്ലേ? ഓക്കെ, അടുത്ത വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.
ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.